In this video, we are explaining about the topic WPM or Workers Participation in Management അല്ലെങ്കിൽ Management Participation. WPM എന്ന് പറയുന്നത് is one of the motivational management technique. ഒരു മാനേജ്മെൻറ്റ് ടെക്നിക്ക് തന്നെയാണ്. അവിടെ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വർക്കേഴ്സ് മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാനേജറുടെ ജോലിയായിട്ടുള്ള മാനേജേഴ്സ് അണ്ടർടേക്ക് ചെയ്യുന്ന ഡിസിഷൻ മേക്കിംഗ്, പ്ലാനിങ്, അതുപോലെ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആരും കൂടി ഉൾപ്പെടുന്നു അല്ലെങ്കിൽ ഇൻവോൾവ് ആവുന്നു. എംപ്ലോയീസും കൂടി അല്ലെങ്കിൽ വർക്കേഴ്സും കൂടി ഇൻവോൾവ് ആവുന്ന മാനേജ്മെൻറ്റ് രീതിക്കാണ് WP എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ ഈസ് വൺ ഓഫ് ദ മോട്ടിവേഷണൽ മാനേജ്മെൻറ്റ് ടെക്നിക്ക്. അത് മോട്ടിവേറ്റ് ചെയ്യും, കാരണം എംപ്ലോയീസിനും വർക്കേഴ്സിനും കൂടി എന്ത് ചെയ്യണം, മാനേജ് ചെയ്യാനുള്ള അവസരം കിട്ടുകയാണ്. അപ്പോൾ ഇറ്റ് ഇസ് എ മോട്ടിവേഷണൽ മാനേജ്മെൻറ്റ് ടെക്നിക്ക് ഇൻ വിച്ച് എംപ്ലോയീസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ മാനേജ്മെൻറ്റ് പ്രോസസ്സ്. എംപ്ലോയീസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു മാനേജ്മെൻറ്റ് പ്രോസസ്സ്. മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സിൽ എംപ്ലോയീസും കൂടി കോപ്പറേറ്റ് ചെയ്യുന്നതാണ്, സഹകരിക്കുന്നു. ഓൺ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ഒരു മാനേജ്മെൻറ്റ് രീതി ആൾസോ നോൺ ആസ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻറ്റ്, എംപ്ലോയീസും കൂടിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മാനേജ്മെൻറ്റ് എന്ന് പറയുന്നു. ഈ മാനേജ്മെൻറ്റ് രീതി 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. ഇറ്റ് ഈസ് എ മോട്ടിവേഷണൽ മാനേജ്മെൻറ്റ് ടെക്നിക് ഇൻ വിച്ച് എംപ്ലോയീസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ മാനേജ്മെൻറ്റ് പ്രോസസ് ആൻഡ് ഹാസ് ആൻ ഇൻഫ്ലുവൻസ് ഓൺ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഒരു സ്ഥാപനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ എംപ്ലോയീസിനും കൂടി ഒരു ഇൻഫ്ലുവൻസ് ഉള്ള മാനേജ്മെൻറ്റ് രീതിക്കാണ്, മാനേജ്മെൻറ്റിൽ എംപ്ലോയീസും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന, സഹകരിക്കുന്ന മാനേജ്മെൻറ്റ് രീതിക്കാണ് എന്ത് പറയുന്നത്, WP എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്? ടു എസ്റ്റാബ്ലിഷ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി, to build the most active and energetic human resource, to satisfy the workers, to strengthen cooperation, peace and harmony. ഇനി ഈ ഒരു WPM എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റ് എന്ന ഈ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോംസ് ഓഫ് WPM ആണ്. അതായത് ഏതെല്ലാം രീതിയിലാണ് വർക്കേഴ്സ് ഇങ്ങനെ മാനേജ്മെൻറ്റ് പ്രോസസ്സിലൊക്കെ ഇൻവോൾവ് ആവുന്നത് അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് ഡിസിഷൻ മേക്കിങ്ങിൽ എംപ്ലോയീസിൻ്റെയും കൂടി ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നത്, ആ ഉണ്ടാവുന്ന രീതി അല്ലെങ്കിൽ ഫോംസ് ആണ്. ഓരോ ഓർഗനൈസേഷനും പല രീതിയിലാണ് എംപ്ലോയീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവുക. എംപ്ലോയീസ് ഡിസിഷൻ മേക്കിങ്ങിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവും. മാനേജേഴ്സ് എടുക്കുന്ന തീരുമാനങ്ങളിൽ എംപ്ലോയീസിൻ്റെയും കൂടി ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും. പക്ഷേ അത് പല സ്ഥാപനങ്ങളിലും പല രീതിയിലായിരിക്കും. ആ രീതികളാണ്, ആ ഫോംസ് ആണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ, ഈ ഒരു ഫോംസ് ഓഫ് WPM എന്നുള്ള ടോപ്പിക്കിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതെല്ലാം ഫോംസിലാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുക എന്നുള്ളത്. അതിലൊന്ന് കളക്റ്റീവ് ബാർഗെയിനിങ്. ഇൻ കളക്റ്റീവ് ബാർഗെയിനിങ് കളക്റ്റീവ് എഗ്രിമെൻറ്റ് റിസൾട്ട്സ് കളക്റ്റീവ് എഗ്രിമെൻറ്റ്. കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ കളക്റ്റീവ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ കൂട്ടായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് ആണ് സാധ്യമാവുന്നത്. ഈ ഒരു WP എന്ന് പറഞ്ഞാൽ വളരെ കുറവായിട്ടുള്ള WP ആണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസ് എല്ലാവരും കൂടിയിട്ട് ഒത്തൊരുമിച്ചിട്ട് ഒരു ബിസിനസ്സിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ, സ്ഥാപനത്തിൽ ഇങ്ങനെ തീരുമാനമെടുത്താൽ മതി എന്ന് പറയുകയും മാനേജേഴ്സ് എല്ലാ എംപ്ലോയീസും കൂടി ഒത്തൊരുമിച്ച് പറഞ്ഞതുകൊണ്ട് ആ ഒരു തീരുമാനമെടുക്കാൻ നിർബന്ധിതരാവുകയും ചെയ്യുന്ന അവസ്ഥയിലൊക്കെയാണ് കളക്റ്റീവ് ബാർഗെയിനിങ് ഇപ്പോൾ വരുന്നത്. കളക്റ്റീവ് ബാർഗെയിൻ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് എല്ലാവരും കൂടിയും കളക്ട് ചെയ്തിട്ട് അവർ ബാർഗെയിൻ ചെയ്യണം, വില പേശുക. അപ്പോൾ അവരുടെ സാലറി കൂട്ടിത്തരാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ ഒരു വർഷം സാലറിയിൽ വർധനവ് 20% സാലറി വർധനവ് പറഞ്ഞാൽ ഇൻക്രിമെൻറ്റ്, സാലറിയിൽ ഇൻക്രിമെൻറ്റ്. അപ്പോൾ 20% ഇൻക്രിമെൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ആ സ്ഥാപനത്തിലുള്ള വർക്കേഴ്സ് എന്ത് ചെയ്യാണ്, അവർ ഒരു സമരം നടത്തുകയോ അല്ലെങ്കിൽ സ്ട്രൈക്കോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവർ ചെയ്യാം. എന്നിട്ട് മാനേജേഴ്സ് ആ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാവുക. 20% അവർക്ക് സാലറിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കണം എന്നുള്ളതിന് ആ ഒരു വർക്കേഴ്സിൻ്റെ തീരുമാനം നടപ്പിലാക്കി കൊടുക്കാൻ അവിടെ മാനേജേഴ്സ് നിർബന്ധിതരാവുന്ന അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് കളക്റ്റീവ് ബാർഗെയിനിങ്. അവിടെ എംപ്ലോയീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വർക്കേഴ്സിന് സാലറിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ സാലറിയിൽ വർധനവ് ഉണ്ടാക്കുക എന്നുള്ളത് മാനേജറുടെ ഒരു ഡിസിഷനാണ്. ആ ഡിസിഷനിൽ ഇപ്പോൾ വർക്കേഴ്സ് ഇൻഫ്ലുവൻസ് നടത്തി. എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് നടത്തിയത്? സമരം ചെയ്തിട്ടൊക്കെയാണ്, അല്ലേ? അതല്ലാതെ മാനേജേഴ്സ് താല്പര്യപൂർവ്വം എടുത്തല്ല,
അപ്പോൾ കളക്റ്റീവ് ബാർഗെയിനിങ് ശരിക്കും അങ്ങനെ ഒരു സമരമുറയായിട്ടൊന്നുമല്ല. കളക്റ്റീവ് ബാർഗെയിനിങ് അതിൻ്റെ തിയററ്റിക്കൽ ഫോമിൽ പറയുന്നത് കളക്റ്റീവ് എഗ്രിമെൻറ്റ് ടു കീപ് ദ ബാലൻസ് ഓഫ് പവർ എന്നുള്ളതാണ്. രണ്ട് പാർട്ടിയിലും പവർ ബാലൻസ് ചെയ്യാൻ, രണ്ട് പാർട്ടി മീൻസ് മാനേജേഴ്സ്, വർക്കേഴ്സ്, ഈ രണ്ട് പാർട്ടിയിലും പവർ ബാലൻസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് കളക്റ്റീവ് ബാർഗെയിനിങ്. പക്ഷേ ഇന്നത് ഇങ്ങനെ ഒരു സമരമുറയൊക്കെ ആയിട്ട് ആണ് സാലറിയൊക്കെ ഇൻക്രീസ് ചെയ്ത് കിട്ടുന്ന, അല്ലെങ്കിൽ വേറെ എംപ്ലോയീസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടൊക്കെ അവർ ഇങ്ങനെ കളക്റ്റീവ് എഗ്രിമെൻറ്റിൽ എത്താറുണ്ട്. അപ്പോൾ അവിടെ ഔട്ട്ബിഡ് നടത്തുമെന്ന് പറയുന്നുണ്ട്. ഔട്ട്ബിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നുള്ളൂ? ലേലം വിളിക്കുക. ബിഡ് എന്ന് പറഞ്ഞാൽ ലേലം വിളിക്കുകയാണല്ലോ. 20% ഇൻക്രീസ് എംപ്ലോയീസ് ആവശ്യപ്പെടും. അവർ പിന്നെ മാനേജേഴ്സ് അപ്പോൾ പറയും 10% സമ്മതിക്കില്ല, പിന്നെ 15%ലൊക്കെ എന്ത് ചെയ്യും, അവർ സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യും. അതാണ് ഔട്ട്ബിഡ് നടത്തുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോമിലുള്ള പാർട്ടിസിപ്പേഷനാണ് എന്ത് പറയുന്നത്, കളക്റ്റീവ് ബാർഗെയിനിങ്. മറ്റൊരു ഫോമാണ് സജഷൻ സ്കീം. സജഷൻ സ്കീം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ലെവൽ കൂടിയതാണ്. അതായത് കുറച്ച് നല്ല രീതിയിലുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അവിടെ മാനേജേഴ്സും റെഡിയാണ് എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ, സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഈ സജഷൻ സ്കീമിൽ ചെയ്യുന്നത് എംപ്ലോയീസ് ആർ എൻകറേജ്ഡ് ടു ഓഫർ സജഷൻ. സജഷൻ എന്നാൽ പിന്നെ അഭിപ്രായങ്ങൾ, എംപ്ലോയീസിൻ്റെ അഭിപ്രായങ്ങളും കൂടി എന്താണെന്നുള്ളത് ചോദിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ അവരോട് തുറന്ന് പറയാൻ വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കും. മാനേജേഴ്സ് പറയും നിങ്ങളുടെ അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞ് അവരെ എൻകറേജ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഫോം ഓഫ് WPM ആണ് സജഷൻ സ്കീം. അവിടെയും WPM ഉണ്ട്. WPM എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റിലുണ്ട്. മാനേജേഴ്സ് എംപ്ലോയീസിനോട് സജഷൻസ് അഭിപ്രായം പറയുകയാണ്. ചില ഓർഗനൈസേഷനിലൊക്കെ ചില സ്ഥാപനങ്ങളിലൊക്കെ സജഷൻ ബോക്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ ആ സജഷൻ ബോക്സിൽ സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എംപ്ലോയീസിന് സജഷൻ ബോക്സിൽ എന്ത് ചെയ്യാം, സജഷൻസ് റൈറ്റ് ഡൗൺ ചെയ്തിട്ട് ബോക്സിൽ പുട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സജഷൻ പിന്നെ സ്കീം ആ സജഷൻ സ്ക്രൂട്ടനൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് മാനേജേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാവും. ആ സജഷൻസൊക്കെ പരിഗണിക്കും. ചിലപ്പോൾ സജഷൻസ് പരിഗണിക്കും. ഇവിടെ പരിഗണിക്കാൻ സാധ്യത കുറവ് എന്നുള്ളൊരു ലിമിറ്റേഷൻ ഈ ഫോമിനുണ്ട്. അപ്പോൾ അഭിപ്രായം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അഭിപ്രായം ആരും മുഖവിലേക്ക് എടുക്കണമെന്നില്ല, മാനേജേഴ്സ് മുഖവിലേക്ക് എടുക്കണമെന്നില്ല. പക്ഷെ അങ്ങനെ അവർ അഭിപ്രായം പറയാൻ വേണ്ടി താല്പര്യപ്പെടുത്തുന്ന ഒരു WPM ആണ്, രീതിയാണ് സജഷൻ സ്കീമിൽ വരുന്നത്. ഇനി ചില ഓർഗനൈസേഷനിലൊക്കെ വർക്ക്സ് കൗൺസിൽ ഉണ്ടാവും, വർക്കേഴ്സിൻ്റെ കൗൺസിൽ ഉണ്ടാവും. അതായത് വർക്കേഴ്സിൻ്റെ ഇടയിൽ നിന്നുള്ള പാർട്ടിസിപ്പൻസ് ഉണ്ടാവും. അപ്പോൾ കൗൺസിൽ മീറ്റിംഗ് നടത്തും. അപ്പോൾ വർക്കേഴ്സിന് എന്ത് ചെയ്യാം, അവരുടെ അഭിപ്രായങ്ങൾ പറയാം. അവിടെ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് എംപ്ലോയീസ് എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു WPM രീതിയാണ് വർക്ക്സ് കൗൺസിൽ. അവിടെ ദീസ് ആർ ദ എക്സ്ക്ലൂസീവ് ബോഡി ഓഫ് എംപ്ലോയീസിൻ്റെ ഒരു പിന്നെ കൗൺസിലാണ്, ഒരു കൂട്ടം തന്നെ ഉണ്ട് അവിടെ. അസൈൻഡ് വിത്ത് ഡിഫറെൻറ്റ് ഫങ്ഷൻ ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് എൻ്റർപ്രൈസ്. അവർക്ക് ഡിഫറെൻറ്റ് ഫങ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, അസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കുക. ഇപ്പോൾ ഓർഗനൈസേഷനിൽ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയാൻ കുറച്ച് എംപ്ലോയീസിൻ്റെ ഒരു കൗൺസിൽ, അങ്ങനെ ഓരോ കാര്യങ്ങളും അസൈൻ ചെയ്തിട്ടുള്ള എംപ്ലോയീസിൻ്റെ കൗൺസിൽസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, വൈഡർ ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ. അതുപോലെ എംപ്ലോയീസിൻ്റെ പ്രൊമോഷൻ്റെ കാര്യത്തിൽ, സാലറി ഫിക്സേഷൻ, അങ്ങനെ ആൻഡ് ആൾസോ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, അങ്ങനെയുള്ള ഡിസിഷനിലൊക്കെ തീരുമാനങ്ങൾ എടുക്കാനും വർക്ക് കൗൺസിലിന് അധികാരം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് WPM ഉള്ള ഒരു രീതിയാണ് വർക്ക്സ് കൗൺസിൽ. പിന്നെയുള്ളത് വർക്ക് കമ്മിറ്റിയാണ്. ഇവിടെ വർക്ക് കമ്മിറ്റി പറയുന്നത് ലീഗലായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഒരു ഓർഗനൈസേഷനിൽ. ഇഫ് ദ ഓർഗനൈസേഷൻ ഹാവ് 100 or more വർക്കേഴ്സ്, ഓർഗനൈസേഷനിൽ 100 അതിൽ കൂടുതലോ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു വർക്ക് കമ്മിറ്റി രൂപീകരിക്കണം എന്നുള്ളതാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 പറയുന്നത്. ഇപ്പോൾ വർക്ക്സ് കമ്മിറ്റിയിൽ വർക്കേഴ്സിൻ്റെ ഇടയിലുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവും. ഓരോ വർക്ക് ഗ്രൂപ്പിലും, ഇപ്പോൾ പ്രൊഡക്ഷൻ ഗ്രൂപ്പിലുള്ള ഒരു 1-2 റെപ്രസെൻറ്റേറ്റീവ്സ്, അതുപോലെ മാർക്കറ്റിംഗ് ഗ്രൂപ്പിലുള്ള 1-2 വർക്കേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് കമ്മിറ്റിയിലുണ്ടാവും. അപ്പോൾ ആ കമ്മിറ്റിയിൽ വർക്കേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം, എല്ലാ വർക്കേഴ്സിൻ്റെയും കാര്യങ്ങൾ ഈ റെപ്രസെൻറ്റേറ്റീവ് എന്ത് ചെയ്യും, മാനേജേഴ്സിനോട് പറയുന്ന ഒരു രീതിയാണ് വർക്ക്സ് കമ്മിറ്റി. വർക്ക് കമ്മിറ്റി ലെജിസ്ലേഷൻ, അതായത് നിയമം അനുശാസിക്കുന്നതാണ്, നിയമം പറയുന്നതാണ്, കമ്പൽസറി ആണ് ഓർഗനൈസേഷനിൽ ടു എൻഷുർ എംപ്ലോയി പാർട്ടിസിപ്പേഷൻ, എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്നതിനും, എംപ്ലോയീസിന് മാനേജ്മെൻറ്റിലുള്ള പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉറപ്പുവരുത്തുന്നതിന്. മറ്റൊരു WPM ഫോമാണ് സെൽഫ് മാനേജ്മെൻറ്റ് ടീംസ്. അപ്പോൾ സെൽഫ് മാനേജ്മെൻറ്റ് ടീംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി കൂടുതലായിട്ട് വർക്കേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റിലുള്ള ഒരു രീതിയാണ്.
ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് സെമി ഓട്ടോണമസ് വർക്ക് ഗ്രൂപ്പ്. ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സ്വന്തമായിട്ട് സ്വയംഭരണമുള്ളത് അല്ലേ. ഇവിടെ വർക്കേഴ്സിന് സ്വയംഭരണമാണ് എന്നുള്ളത്, അവരുടെ കാര്യങ്ങൾ അവർക്ക് തന്നെ തീരുമാനിക്കാനുള്ള അധികാരമുള്ള ഒരു രീതിയാണ് സെൽഫ് ഓട്ടോണമസ് അല്ലെങ്കിൽ സെമി ഓട്ടോണമസ് വർക്ക് ഗ്രൂപ്പ്. അപ്പോൾ ആ വർക്ക് ഗ്രൂപ്പിന് അവിടെ ഇത് WP എന്ന് പറയാൻ പറ്റില്ല, വേറൊരു മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് സെൽഫ് മാനേജിങ് ടീംസ്. അപ്പോൾ സെൽഫ് മാനേജിങ് ടീംസ് കൺസിസ്റ്റ് ഓഫ് സ്മാൾ നമ്പർ ഓഫ് എംപ്ലോയീസ്. കുറച്ച് നമ്പർ ഓഫ് എംപ്ലോയീസ് ഉണ്ടാവും, ഒരു 10 to 15 വരെയൊക്കെയുള്ള അറൗണ്ട് 10. ദീസ് എംപ്ലോയീസ് ആർ പെർമിറ്റഡ്, ആ എംപ്ലോയീസിന് പെർമിഷൻ ഉണ്ട് ടു മേക്ക് കീ ഡിസിഷൻ എബൌട്ട് ഹൗ ദെയർ വർക്ക് ഈസ് ഡൺ. എങ്ങനെയാണ് അവരുടെ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കീ ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള പെർമിഷൻ ആ എംപ്ലോയീസിന് തന്നെ കൊടുക്കുകയാണ്. അങ്ങനെയുള്ളതാണ് സെൽഫ് മാനേജിങ് ടീംസ് എന്ന് പറയുന്നത്. ദ എൻറ്റയർ കൺട്രോൾ ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് വർക്കേഴ്സ്. അതുകൊണ്ട് തന്നെ എല്ലാ കൺട്രോളും ആരുടെ കയ്യിൽ തന്നെയായിരിക്കും? വർക്കേഴ്സിൻ്റെ കയ്യിൽ തന്നെയായിരിക്കും. ഇവിടെയും വർക്കേഴ്സ് വളരെ നന്നായിട്ട് മാനേജ്മെൻറ്റിൽ അവർ തന്നെയാണ് മാനേജ് ചെയ്യുന്ന അവരുടെ കാര്യം. അപ്പോൾ അങ്ങനെയുള്ള രീതിയാണ് സെൽഫ് മാനേജിങ് ടീംസ് എന്ന് പറയുന്നത്. ഇനി വർക്ക് റെപ്രസെൻറ്റേഷൻ ഓൺ ബോർഡ് എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരുടെയും കാര്യം ആ റെപ്രസെൻറ്റേറ്റീവ് പറയുന്നു മീറ്റിങ്ങിൽ ആ റെപ്രസെൻറ്റേറ്റീവിനെ മാത്രം വിളിച്ചാൽ മതി അല്ലേ. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു ലെവലിലേക്ക് എത്തും. എത്രത്തോളം റെപ്രസെൻറ്റേറ്റീവ് എഫിഷ്യൻ്റ് ആണോ അത്രത്തോളം നിങ്ങളുടെ കാര്യങ്ങൾ ബോർഡിലെത്തിക്കാം, അല്ലെങ്കിൽ സെൻറ്ററിൽ മാനേജേഴ്സിന് കൺവേ ചെയ്യാം എന്നുള്ളതാണ്. അണ്ടർ ദിസ് മെത്തേഡ് വർക്കേഴ്സ് എലക്ട് ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ്. വർക്കേഴ്സ് തന്നെ അവരുടെ റെപ്രസെൻറ്റേറ്റീവിനെ സെലക്ട് ചെയ്യുന്നു, എലക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ആൻഡ് സെൻഡ് ദം ടു ബോർഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ്. ബോർഡ് എന്ന് പറഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഒരു കമ്പനിയിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക, അതിലേക്ക് എലക്ട് ചെയ്യുന്നു. The role of workers representative in the board of directors is to protect the interest of workers. ഈ റെപ്രസെൻറ്റേറ്റീവ് ആ വർക്കേഴ്സിൻ്റെ താല്പര്യങ്ങൾ എന്ത് ചെയ്യും? സംരക്ഷിക്കും. ആ വർക്കേഴ്സിൻ്റെ താല്പര്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറയും, ബോർഡിനോട് പറയും. വർക്കേഴ്സിന് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ വർക്കേഴ്സിൻ്റെ സാഹചര്യങ്ങൾ, സർക്കംസ്റ്റാൻസസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം സജസ്റ്റ് ചെയ്യും ഈ റെപ്രസെൻറ്റേറ്റീവ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മെത്തേഡാണ് വർക്കേഴ്സ് റെപ്രസെൻറ്റേഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മെത്തേഡ് നോക്കൂ, ഏഴാമത്തെ കോ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് മെത്തേഡ് എംപ്ലോയീസ് ആർ പെയ്ഡ് ദ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ദ ഫോം ഓഫ് ഷെയർസ് ആൻഡ് നോട്ട് ക്യാഷ്. ഇവിടെ കമ്പനികളിലാണ് ഈ ഒരു തരത്തിലുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുക. അതായത് എംപ്ലോയീസിന് പ്രോഫിറ്റ്, ഈ കമ്പനിയുടെ പ്രോഫിറ്റ് കൊടുക്കുകയാണ്. പ്രോഫിറ്റ് ക്യാഷ് ആയിട്ടല്ല കൊടുക്കുന്നത്, നോട്ട് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ബട്ട് ഇൻ ദ ഫോം ഓഫ് ഷെയറിൻ്റെ ഫോമിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ഒരു കമ്പനിയിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഷെയർ ഹോൾഡേഴ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ വർക്കേഴ്സിന് ഷെയർ ഹോൾഡേഴ്സ് ആകുമ്പോൾ വർക്കേഴ്സിന് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യാം? പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ദസ് വർക്കേഴ്സ് ബിക്കം ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ കിട്ടുന്നതോടുകൂടി വർക്കേഴ്സ് എന്തും കൂടിയായി? ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദാറ്റ് കമ്പനി ഇൻ വിച്ച് ദേ ആർ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ജോലി കിട്ടിയിട്ടുള്ള. ബീയിങ് എ ഷെയർ ഹോൾഡർ ഓഫ് ദ കമ്പനി ദേ ആർ എൻറ്റൈറ്റിൽഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ മാനേജ്മെൻറ്റ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എട്ടാമത്തെ ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്ന ഒരു ന്യൂ മാനേജ്മെൻറ്റ് ടെക്നിക്കായിട്ട് പറയുന്നതാണ്. WPMൻ്റെ ഫോം അല്ലാതെ തന്നെ ക്വാളിറ്റി സർക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ക്വാളിറ്റി സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സെൽഫ് മാനേജ്മെൻറ്റ് ടീം പോലെ തന്നെയാണ്, ഒരു കൂട്ടം എംപ്ലോയീസാണ്. ആ എംപ്ലോയീസിന് അവരെന്ത് ചെയ്യും? കൂടെ മീറ്റിംഗ് നടത്തുക എന്നുള്ളതാണ്. ക്വാളിറ്റി സർക്കിൾസ് ആർ സ്മാൾ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ്. സ്മാൾ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ 8-10 വരുന്ന ആളുകൾ വരുന്ന എംപ്ലോയീസിൻ്റെ ഗ്രൂപ്പ്. ആ എംപ്ലോയീസ് മീറ്റ് ഓൺ എ റെഗുലർ ബേസിസ്. അവർ റെഗുലറായിട്ട് മീറ്റ് ചെയ്യും ടു ഡിസ്കസ് ദെയർ ക്വാളിറ്റി പ്രോബ്ലംസ്. അവരുടെ ക്വാളിറ്റി പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാൻ. ഇപ്പോൾ ഡെയിലി ഒരു ടൈം, അത് യൂഷ്വലി ഉണ്ടാവുക വീക്കിലി ഒക്കെ ഒരു ടൈമായിരിക്കും. വീക്കെൻഡിൽ ഇപ്പോൾ ഫ്രൈഡേ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫ്രൈഡേ ഒരു 3 o'clock ഈവനിങ് ഒരു 3 o'clock. അപ്പോൾ യൂഷ്വലി അത് വർക്ക് ടൈമിൽ തന്നെ ആയിരിക്കും. വർക്ക് പ്രമൈസസിൽ തന്നെ, വർക്ക് ചെയ്യുന്ന ബിൽഡിങ്ങിൽ തന്നെ ആയിരിക്കും ഈ മീറ്റിംഗ് സംഘടിപ്പിക്കുക. എന്നിട്ട് അവരുടെ ക്വാളിറ്റി പ്രോബ്ലംസ്, ഈ ആഴ്ച ഉണ്ടായിട്ടുള്ള അവരുടെ ക്വാളിറ്റി പ്രോബ്ലംസ്, അവരുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഈ 8-9 എംപ്ലോയീസ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സർക്കിൾസ് ഉണ്ടാവും ആ ഒരു ഓർഗനൈസേഷനിൽ. ഒരു ഓർഗനൈസേഷനിൽ ഒരു 50 എംപ്ലോയീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 ക്വാളിറ്റി സർക്കിൾ, അവരെ
അവരൊക്കെ എന്ത് ചെയ്യും, റെഗുലറായിട്ട് ഇങ്ങനെ മീറ്റ് ചെയ്യുന്നു, എന്നിട്ട് അവരുടെ ക്വാളിറ്റി മാറ്റേഴ്സ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു, അത് ഇമ്പ്രൂവ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് പറയുന്നു. അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ അവരുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു, എംപ്ലോയീസ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ എംപ്ലോയീസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഒരു മെത്തേഡായിട്ടാണ് ക്വാളിറ്റി സർക്കിൾ. പുതിയ മാനേജ്മെൻറ്റ് രീതിയാണ് ഓട്ടോമൊബൈൽ കമ്പനീസൊക്കെ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് രീതിയാണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് WPM. ഇങ്ങനെയൊക്കെയാണ് WPMൻ്റെ ഫോംസ്. അതായത് വർക്കേഴ്സ് ഇങ്ങനെയൊക്കെയാണ് മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഈ മെത്തേഡ്സ് അല്ലെങ്കിൽ ഈ ഫോംസ് ഒക്കെ പറഞ്ഞു. ഈ ഒരു മെത്തേഡ്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് WPM ചോദിച്ചാലും ഇത് തന്നെയാണ് എഴുതേണ്ടത്. ഈ രീതിയിലൊക്കെ വർക്കേഴ്സ് എന്ത് ചെയ്യുക, മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇനി ഈ മെത്തേഡിൽ ഡിഫറെൻറ്റ് മെത്തേഡിലും ഡിഫറെൻറ്റ് ലെവലിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ചില മെത്തേഡിൽ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, എന്നാൽ സം മെത്തേഡ്സിൽ വളരെ കുറഞ്ഞ രീതിയിൽ എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷൻ വരുന്നുള്ളൂ. അപ്പോൾ ചില മെത്തേഡിലാണെങ്കിൽ ഇപ്പോൾ ക്വാളിറ്റി സർക്കിളിലാണ്, അതുപോലെ സെൽഫ് മാനേജ്മെൻറ്റ് ടീംസിലൊക്കെ വളരെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. കോ പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ വേറെ രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ ലെവൽസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതെല്ലാം ലെവൽസിൽ എത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എത്രത്തോളം ഉണ്ട് അതിൻ്റെ പാർട്ടിസിപ്പേഷൻ, അതിൻ്റെ ഒരു പെർസെൻറ്റേജൊക്കെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മേ എക്സിസ്റ്റ് ഇൻ ആൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. എല്ലാ ലെവൽസിലും ഉണ്ടാവാം. ഹവർ എന്നിരുന്നാലും ഇറ്റ് മേ ഡിഫറെൻറ്റ് ഫ്രം മാനേജ്മെൻറ്റ് ടു മാനേജ്മെൻറ്റ്. പല മാനേജ്മെൻറ്റിലും അതിൻ്റെ ഫോം അല്ലെങ്കിൽ എത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ബ്രോഡ്ലി എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ജനറലായിട്ട് പറയുകയാണെങ്കിൽ ദർ ആർ 5 ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. 5 ലെവൽ ഉണ്ട് എന്ന് പറയാം. അതിലൊന്ന് ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സാണ്, 2 കൺസൾട്ടേറ്റീവ്, 3 അസോസിയേറ്റീവ്, 4 അഡ്മിനിസ്ട്രേറ്റീവ്, 5 ഡിസൈസീവ്. ഇനി ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ലെവലിലുള്ളൂ. ഇൻ ദിസ് ലെവൽ ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് എംപ്ലോയീസ് ആർ ഏബിൾ ടു റിസീവ് ഇൻഫർമേഷൻ. എംപ്ലോയീസ് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. എംപ്ലോയീസിന് എന്തെങ്കിലും ഒരു തീരുമാനം മാനേജേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടീസും മെമ്മോസും ഒക്കെ എല്ലാ തീരുമാനത്തിൻ്റെയും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്രത്തോളം വളരെ കുറഞ്ഞൊരു ലെവലിലാണ് ഇത് വരുന്നത്, ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ്. അപ്പോൾ 5 ലെവലുണ്ട്. 5ാമത്തേതാകുമ്പോഴേക്കും ഏറ്റവും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. 1ാമത്തെ ലെവലിൽ വളരെ കുറവ്, 2ാമത്തേതാകുമ്പോൾ അതിലും കൂടി കുറച്ച്, അതായത് കൺസൾട്ട് ചെയ്യുന്നതുണ്ട്. 3ാമത്തെ ഒരു അസോസിയേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ 1ാമത്തേൽ എന്ത് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ, പറയുന്ന തീരുമാനങ്ങളോട്. അതോടെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. ഇനി 2 ആണെന്നുണ്ടെങ്കിൽ കൺസൾട്ടേറ്റീവ് ആണ്. അണ്ടർ ദിസ് ലെവൽ ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റ് വർക്ക് ആക്ട് ആസ് എ കൺസൾട്ടൻറ്റ്. വർക്കേഴ്സ് എന്തായിട്ടാണ്, വർക്കേഴ്സ് ആണ് അവിടെ. വർക്കേഴ്സ് ആക്ട് ആസ് എ കൺസൾട്ടൻറ്റ് ഇൻ ദ മാറ്റേഴ്സ് ഓഫ് വർക്കേഴ്സിൻ്റെ മാറ്റേഴ്സിൽ, അതായത് ജോലിക്കാരുടെ മാറ്റേഴ്സിൽ, അവരുടെ കാര്യങ്ങളിൽ അവരോട് തന്നെ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കൺസൾട്ട് ചെയ്യുക എന്ന് പറയില്ലേ, അത്ര ചെയ്യുന്നുണ്ട്. അവരോട് ഒന്ന് അഭിപ്രായം ചോദിക്കുന്നു എന്നുള്ളത്. കൺസൾട്ടേഷൻ ആകുമ്പോൾ മാനേജേഴ്സിന് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം, പക്ഷേ ആരുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നുണ്ട്, എംപ്ലോയീസുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാവും എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോടും കൂടി ചോദിക്കുന്നുണ്ട്. ഇനി അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടി ഉണ്ട്. കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷനിലും കൂടിയും കൂടുതലാണ് അവിടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ്, അണ്ടർ അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് മാനേജ്മെൻറ്റ്, 2 മാനേജ്മെൻറ്റ് ഉണ്ട്, 1 മതി കേട്ടോ. മാനേജ്മെൻറ്റ് ഈസ് മോറലി ബൗണ്ട് ടു ആക്സെപ്റ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ദ ഒപ്പീനിയൻ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ ഒപ്പീനിയൻസ് 2ാമത്തെ മെത്തേഡിലും 2ാമത്തെ ലെവലിൽ എംപ്ലോയീസിനോട് ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ട്, പക്ഷെ അത് റിസീവ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യാം. പക്ഷെ 3ാമത്തെ മെത്തേഡ് ആകുമ്പോൾ മാനേജ്മെൻറ്റ് ഈസ് മോറലി ബൗണ്ട് ടു ആക്സെപ്റ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ദ ഒപ്പീനിയൻ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ ഒപ്പീനിയന് സ്വീകരിക്കാനും അതുപോലെ ആ ഒരു തീരുമാനം തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, നടപ്പിൽ വരുത്താനുള്ള ഒരു മോറലി അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉള്ളതായിട്ട് അവർക്ക് തോന്നുന്നു, അവരങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. വർക്കേഴ്സിനെ ഒരു അസോസിയേറ്റീവ് ആയിട്ട് കാണുന്നു എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തുന്നുണ്ട് 3ാമത്തെ WPM, 3ാമത്തെ ലെവൽ ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് ആകുമ്പോഴേക്കും. ഇനി 4th അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ്. ഹിയർ എംപ്ലോയീസ് ടേക്ക് പാർട്ട് ഇൻ ഡിസിഷൻ മേക്കിങ്ങിൽ അവർ പാർട്ടാവുന്നു. വിച്ച് മേ ആൾറെഡി ടേക്കൺ ബൈ ദ മാനേജ്മെൻറ്റ് ഇൻ വിച്ച് എംപ്ലോയീസ് സെലക്ട് ദ ബെസ്റ്റ് ഡിസിഷൻ. മാനേജേഴ്സ് കുറച്ച് ഡിസിഷൻ എടുത്ത് വെക്കുന്നു, അതിലെ ബെസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്, എംപ്ലോയീസ് ആണ്. അപ്പോൾ എംപ്ലോയീസ് അഡ്മിനിസ്ട്രേറ്റീവിൽ ഡിസിഷൻ മേക്കിങ്ങിൽ നേരിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു.
അപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട, നടപ്പിൽ വരുത്തേണ്ടത് ഏത് തീരുമാനമാണ് എന്നുള്ളത് ആർക്ക് തീരുമാനിക്കാം? എംപ്ലോയീസിന് തീരുമാനിക്കാം. ആ ഒരു ലെവലിലേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സിൽ വരുന്നുണ്ട്. ഇനി 5 ഡിസൈസീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ആണ്. അവിടെ വളരെ നല്ല രീതിയിൽ എംപ്ലോയീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എംപ്ലോയീസിന് ഒരു ഡിസൈസീവ് റോൾ ഉണ്ട്. എന്താ ഡിസൈസീവ് റോൾ എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമായിട്ടുള്ള റോൾ ആരുടെ കയ്യിൽ തന്നെയാണ്? എംപ്ലോയീസ് തന്നെയാണ്, വർക്കേഴ്സ് ആണ്. ഡിസൈസീവ് പാർട്ടിസിപ്പേഷൻ ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റ് വെർ എംപ്ലോയീസ് ആൻഡ് മാനേജേഴ്സ് ടുഗെദർ ടേക്കിംഗ് ഡിസിഷൻസ്. അവിടെ എംപ്ലോയീസും മാനേജേഴ്സും ഒരുമിച്ചിരുന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. നെക്സ്റ്റ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രോസസ്സാണ്. ഇൻ WPM വേണം വർക്കേഴ്സിനെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം മാനേജ്മെൻറ്റിൽ എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്? 3 പ്രോസസ്സാണ്. 1 ഇൻഫർമേഷൻ ഷെയറിംഗ്, 2 ട്രെയിനിങ്, 3 എംപ്ലോയി ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ വരുന്നത് എംപ്ലോയീസ് ഇൻഫോംഡ് അബൌട്ട് ദ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ, ഈ സ്ഥാപനത്തിൻ്റെ എക്കണോമിക് സ്റ്റാറ്റസ്, അതായത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, കമ്പനിയുടെ ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആർക്ക് നോളജ് ഉണ്ടായിരിക്കണം? ആർക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കണം? എംപ്ലോയിക്ക്. എങ്കിൽ മാത്രമേ ആൾക്ക് അതിനനുസരിച്ച് കമ്പനിയിലെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഇൻവോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. കമ്പനിയെക്കുറിച്ച് ഒന്നും അറിയാതെ കമ്പനി എന്ത് ചെയ്യാൻ കഴിയില്ല? കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ എംപ്ലോയീസിന് ഏർപ്പെടാൻ കഴിയില്ല. അപ്പോൾ കമ്പനിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. ഈ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. ദിസ് ലെവൽ ഇൻവോൾവ് റേസിങ് ദ സ്കിൽ ഓഫ് എംപ്ലോയീസ്. ഈ ഒരു ലെവലിൽ എംപ്ലോയീസിൻ്റെ സ്കില്ല് റേസ് ചെയ്യുക, എംപ്ലോയീസിന് നല്ല രീതിയിലുള്ള ഇൻവോൾവ്മെൻ്റ് ഒക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ നല്ല സ്കിൽഡ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ മാത്രമുള്ളൂ നല്ല രീതിയിൽ അവർക്ക് മാനേജ്മെൻറ്റിൽ ഇൻവോൾവ് ആവാൻ വേണ്ടി കഴിയുക. അപ്പോൾ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ എംപ്ലോയീസ് ഡിസിഷൻ എടുക്കുന്നു. എംപ്ലോയീസ് ഡിസിഷൻ മേക്കിംഗ് ഇറ്റ് ക്യാൻ ടേക്ക് പ്ലേസ് ഇൻ മെനി ഫോംസ്. നമ്മൾ പറഞ്ഞു ഫോംസ് ഓഫ് WPM, അങ്ങനെയുള്ള ഫോംസിലാവാം, അല്ലെങ്കിൽ മെനി ലെവൽസ്, അതായത് എത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ലെവൽസ് ഓഫ് WPM എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ. ചില ഓർഗനൈസേഷനിൽ വളരെ കുറച്ചായിരിക്കും, അപ്പോൾ ഇൻഫോർമേഷൻ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയും. ഇനി വളരെ നല്ല രീതിയിൽ WPM ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഡിസൈസീവ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ. അപ്പോൾ അങ്ങനെ പല ഫോമിൽ പല ലെവലിൽ ഉണ്ടാവാം. അങ്ങനെ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു? എംപ്ലോയീസ് മാനേജ്മെൻറ്റ് അഫയേഴ്സിൽ, മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ ഇൻവോൾവ് ആവുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് വാട്ട് ഈസ് ദ ബേസിക് റിക്വയർമെൻറ്റ്സ് ഓഫ് WPM. WPM നടപ്പിലാക്കണമെങ്കിൽ, അതായത് വർക്കേഴ്സിനെയും കൂടി മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണമെങ്കിൽ എന്താണ് റിക്വയർഡ് ആയിട്ടുള്ളത്? അതിന് ബേസിക് ആയിട്ട് ആവശ്യമായിട്ടുള്ള ബേസിക് റിക്വയർമെൻറ്റ് എന്താണ്? ഒന്നാമത് വേണ്ടത് എംപ്ലോയീസിന് കുറച്ച് കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് മാനേജേഴ്സ് റെഡി ആവണമെന്നുള്ളതാണ്. കുറച്ച് സ്ട്രിക്റ്റ് കൺട്രോളിൽ മാനേജേഴ്സിൻ്റെ കൺട്രോൾ വെക്കാതെ കുറച്ച് കാര്യങ്ങൾ എംപ്ലോയീസിനും കൂടി ഏൽപ്പിക്കുക. അതുപോലെ എംപ്ലോയീസിൻ്റെ ഐഡിയാസ് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവുക. അതാണ് ഒന്നാമത് വില്ലിങ്നെസ് ടു ഗിവ് അപ്പ് സം കൺട്രോൾ. 2 റെഡി ടു ആക്സെപ്റ്റ് ഐഡിയാസ്. 3 കെയർഫുൾ പ്ലാനിങ്. നല്ല രീതിയിൽ പ്ലാനിങ് നടത്തണം. എംപ്ലോയീസ് ഇന്നതാണ് ചെയ്യേണ്ടത്, മാനേജേഴ്സ് ഇന്നത് വരെ ചെയ്യണം, അങ്ങനെയുള്ളത് വേണം, അല്ലെങ്കിൽ ആരും ഒന്നും ചെയ്യാത്തൊരവസ്ഥ വരും. അപ്പോൾ കെയർഫുൾ പ്ലാനിങ് വേണം. ജെന്യൂൻ ആൻഡ് ഹോണസ്റ്റ് ആയിരിക്കണം. വെറുതെ പേരിന് എംപ്ലോയീസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കല്ല, ജെന്യൂൻ ആൻഡ് സത്യസന്ധമായിട്ട് ആയിരിക്കണം WPM. ട്രസ്റ്റ്, വിശ്വാസം വേണം. എംപ്ലോയീസിൻ്റെ മുകളിൽ വിശ്വാസം വേണം. മാനേജേഴ്സിന് എംപ്ലോയീസിനും വിശ്വാസം വേണം എന്നുള്ളതാണ്. വില്ലിങ്നെസ് ടു പാർട്ടിസിപ്പേറ്റ്. എംപ്ലോയീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റെഡി ആവുകയും വേണം, അതും ആവശ്യമാണ്. അതുപോലെ പ്രൊവൈഡ് ട്രെയിനിങ്. എംപ്ലോയീസ് ട്രെയിൻഡ് ആയിരിക്കണം. എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. നെക്സ്റ്റ് 9 ഗൈഡിങ് എംപ്ലോയീസ്. എംപ്ലോയീസിന് വേണ്ട വിധത്തിൽ നിർദ്ദേശങ്ങൾ, ഗൈഡൻസ് കൊടുത്തിരിക്കണം. ക്രിയേറ്റ് കോൺഫിഡൻസ്. എംപ്ലോയീസിനൊരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം കൊടുക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വർക്കേഴ്സ് മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ അതിലൂടെ സാധിക്കും. ഓക്കെ.